6 ദിവസം പഠിക്കും. 6 ദിവസം പഠിച്ച് ഞായറാഴ്ച ബ്രേക്ക് ആയിരിക്കും. തിങ്കളാഴ്ച വീണ്ടും 6 ദിവസം പഠിച്ചതിന്റെ റിവിഷൻ ചെയ്യും. പിന്നെയാണ് അടുത്ത ദിവസമാണ് വീണ്ടും പഠിച്ചു തുടങ്ങുന്നത് അല്ലേ? അപ്പൊ എന്റെ വിചാരം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ PSC എടുക്കും. പക്ഷെ അത് നടക്കില്ല. എല്ലാവരും പറയും ഇത് എന്നെ കൊണ്ട് സാധിച്ചെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കും. അങ്ങനത്തെ ഭംഗിയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം പരിശ്രമത്തിന്റെ രീതിയുണ്ട്, പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിക്ക് തന്നെ പഠിക്കണം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് റാങ്കുകളുടെ പെരുമഴ തീർത്ത ഒരാളാണ്. അതും ഒരു റാങ്ക് ഫയൽ പോലും നോക്കി പഠിക്കാതെ എൻട്രി ആപ്പ് മാത്രം പഠിച്ചുകൊണ്ട് കഴിഞ്ഞ LDC പരീക്ഷയിൽ ഇടുക്കി ജില്ലയിൽ 6 റാങ്ക്, LGS ഇടുക്കി ജില്ലയിൽ 4 റാങ്ക്, CPO 12 റാങ്ക്, CO 20 റാങ്ക്, കൂലി വർക്കർ 9 റാങ്ക്. അപ്പോൾ ഈ റാങ്കിലേക്ക് അദ്ദേഹം എത്തിയത് എങ്ങനെയാണ്, റാങ്കിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പരിചയപ്പെടാം. പെരുമ്പാവൂരിൽ നിന്നുള്ള ദേവനാരായണൻ. ദേവ, നാട്ടിലും ക്ലബിലും ഒക്കെ സ്റ്റാർ ആയെന്നൊരു വാർത്ത ഇങ്ങനെ കേട്ടായിരുന്നല്ലോ. സ്റ്റാറാണ്. കാര്യം ഇപ്പൊ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ഞാൻ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് PSC പഠിക്കുന്നുണ്ടെങ്കിലും ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു ഞാനിങ്ങനെ PSC പഠിക്കുന്നുണ്ടെന്ന്. വീട്ടില് സൈലന്റ് ആയിട്ടിരുന്ന് പഠിക്കുമായിരുന്നു. വീട്ടില് സൈലന്റ് ആയിട്ടിരുന്ന് പഠിക്കായിരുന്നു. ആരെങ്കിലും ചോദിച്ചാൽ തന്നെ ഞാൻ PSC പഠിക്കാന്ന് പറയില്ലായിരുന്നു. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ക്രാഷ് കോഴ്സോ അങ്ങനെ എന്തെങ്കിലും എടുത്താന്ന് പഠിക്കാന്ന് പറയായിരുന്നു. പിന്നെ നാട്ടിലേക്ക് അതും പുറത്തിറങ്ങില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരു പോസ്റ്ററിലൂടെ ഇങ്ങനെ 4 റാങ്കും 6 റാങ്കും എല്ലാം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അടുപ്പിച്ച് 4-5 റാങ്കുകൾ വരികയും ചെയ്തു. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് ഞാൻ പബ്ലിഷ് ആക്കിയത്. എങ്ങനെയുണ്ട് എല്ലാവരുടെയും പ്രതികരണം? ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാര്യം നാട്ടിൽ കാണുമ്പോൾ എല്ലാവരും സല്യൂട്ട് ചെയ്യണു. ക്ലബിൽ സല്യൂട്ട് എന്ന് പറഞ്ഞ് സല്യൂട്ട് ചെയ്യണു. പിന്നെ മാമനാരും വന്നിട്ട് സല്യൂട്ട് ചെയ്യണു. അപ്പം അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ജോലി ആയെന്ന്. കാര്യം എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. എൻട്രിയുടെ പോസ്റ്റർ എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയായി. ആരൊക്കെയുണ്ട് വീട്ടിൽ? എന്താ ഇപ്പൊ ചെയ്യുന്നത് ദേവനാരായണൻ? ഞാൻ ഇപ്പോൾ വയറിംഗ് ആണ്. ഞാനൊരു 1.5 കൊല്ലത്തെ പഠിത്തത്തിന് ശേഷം വയറിംഗിലേക്ക് ഇറങ്ങി തിരിച്ചായിരുന്നു. ജോലിക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ജോലിക്കാണ്ട് പോണ ഇടയ്ക്കാണ് ഈ റിസൾട്ട് ഒക്കെ വരുന്നത് കാണുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചിലപ്പോ കുഴു തയ്ക്കായിരിക്കും. അപ്പൊ കുഴു എത്തുമ്പോഴാണ് അയാളെ റിസൾട്ട് ഒന്നും പറഞ്ഞ് അയാളേക്ക് വിളിക്കും. അപ്പൊ അങ്ങനെ വിളിച്ചിട്ട് റിസൾട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവും. അപ്പൊ തന്നെ ആശാനോട് പറയാം, അപ്പൊ ആശാൻ കൊള്ളാം അങ്ങനെയൊക്കെ പറയും. വീട്ടില് പിന്നെ അമ്മയാണ് എല്ലാം നോക്കി ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചു പോയായിരുന്നു. അപ്പോൾ അമ്മയുണ്ട്, പിന്നെ ചേട്ടനുണ്ട്, അനിയത്തി. അപ്പം അങ്ങനെ ഇപ്പോൾ സന്തോഷമാണ് എല്ലാവർക്കും. എങ്ങനെയാ എൻട്രി ആപ്പിലേക്ക് വരുന്നത്? എങ്ങനെയാണ് PSC പഠനത്തിലേക്ക് വരുന്നത്? അല്ലെങ്കിൽ എൻട്രി ആപ്പിലേക്ക് വേറെ ഏതെങ്കിലും കോഴ്സുകൾ, ഓഫ്ലൈൻ കോഴ്സുകൾ പോയിരുന്നോ? ഞാൻ ഓഫ്ലൈൻ ബാച്ച് പോയിട്ടില്ല. വേറെ ഒരു ഓൺലൈൻ കോഴ്സും ഒരു റാങ്ക് ഫയൽ പോലും പഠിച്ചിട്ടില്ല. റാങ്ക് ഫയൽ ഒന്നുമില്ല. എൻട്രി മാത്രം ഉപയോഗപ്പെടുത്തി. ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ എൻ്റെ ആകെ ഒരു ഫോണും ഒരു ഹെഡ്സെറ്റും ഒരു പേനും ഒരു ബുക്കും, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ എങ്ങോട്ടേക്ക് എത്തപ്പെട്ടെ? ഇത് ഞാൻ സാധാരണ ഞാനും അപ്പോൾ IT കഴിഞ്ഞ് ഞാൻ +2 കഴിഞ്ഞ് IT പോയായിരുന്നു. IT കഴിഞ്ഞ് പുറത്തേക്ക് പോവാം, അവിടെ എന്തെങ്കിലും ജോലിയൊക്കെ എടുത്ത് കുടുംബം നോക്കാന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെയാണ് ഞാൻ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ ടെലിക്ക് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ പോകുന്നത്. അപ്പോൾ ആ സ്ഥാപനത്തിൽ പോകുമ്പോൾ അവിടെ നമുക്ക് ബ്രേക്ക് ടൈം ഉണ്ട്. ബ്രേക്ക് ടൈമിൽ ഞങ്ങളുടെ ആശാന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ സീനിയേഴ്സ്, അവരാശാന്മാരെന്ന് വിളിക്കണം. ആശാന്മാരിരുന്ന് ബുക്കൊക്കെ വായിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ എൻട്രിന്ന് ഇറക്കെ പറയാനായിരുന്നു. കാര്യം അവർ ടെക്നിക്കൽ നോക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ ബുക്ക് ഇരുന്ന് വായിക്കും. അപ്പോൾ കാണുമ്പോൾ എനിക്കും അങ്ങനെ ഒരു തോന്നി. അങ്ങനെ ഒരു 300 PDF ഉള്ളൊരു സാധനം എനിക്ക് ഫോണിലേക്ക് കൂട്ടുകാരൻ തന്നിട്ട് ഇത് പഠിച്ചാൽ PSC സെറ്റാന്ന് പറയും. PDF ഒരു 300 PDF ഇത് പഠിച്ചാൽ സെറ്റാണ്, വേറെ ഒന്നും നോക്കാനില്ല. ഇതിനു മുമ്പ് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ജനറൽ നോളജ് ഒക്കെ അറിയാവുന്നതാണോ? ഒന്നും അറിയില്ല. ആകെ മാത്സ് ഇത്തിരി അറിയാന്നല്ലാണ്ട് ഒന്നുമില്ല. അപ്പൊ ഇത് പഠിച്ചായിന്ന് പറയാണ്. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ സമയം കിട്ടുമ്പോ ഒക്കെ 300 PDF ഇരുന്ന് വായിച്ച് തീർത്ത് അങ്ങനത്തെ പിന്നെ യൂട്യൂബ് ക്ലാസ് എൻട്രി നോക്കി. അപ്പൊ എൻട്രി നോക്കിയപ്പോ വെറുതെ ആക്സിഡന്റലി ഇങ്ങനെ കണ്ടാണോ ഒരു ക്ലാസ് വെറുതെ എടുത്ത് നോക്കിയതല്ല? അല്ല, അപ്പോഴും എൻട്രിന്ന് ആശാമാരവിടെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ യൂട്യൂബിൽ ചുമ്മാ എൻട്രി അടിച്ചു കൊടുത്ത് ഇങ്ങനെ ക്ലാസ് നോക്കിയപ്പോ സ്റ്റാൻഡേർഡ് ക്ലാസ്. ഞാൻ 300 PDF വായിച്ചതില് അവിടെ ഉള്ള ക്വസ്റ്റ്യൻ അല്ല ഇവിടെ പറയണത്. ഇവിടെ ഉള്ളത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ടഫായിരുന്നു. ടഫ് എന്ന് പറഞ്ഞാൽ എനിക്കിത് അറിയില്ല എന്താ സംഭവം എന്ന്. കാര്യം ആദ്യമായിട്ട് തുടക്കമാണ്. അപ്പൊ ഒന്നും അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ അത് വായിക്കാൻ തുടങ്ങി. അപ്പൊ വായിച്ചിട്ട് ക്ലാസ് ഇരുന്നുണ്ടപ്പോ പറ്റണില്ല, നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ആദ്യം തോന്നി. കാര്യം സ്റ്റാൻഡേർഡ് ക്ലാസ്. അപ്പൊ ഞാൻ ഇത് വേണ്ട, പരിപാടി നിർത്താം. എല്ലാവർക്കും തുടക്കത്തിൽ അങ്ങനെ തോന്നൽ വരുമല്ലോ, നമ്മളെ കൊണ്ട് പറ്റുമോ? കാര്യം ഞാനിത് 300 PDF എന്ന് പറഞ്ഞാൽ 3 മാസം കൊണ്ടാണ് ഇത് മൊത്തം വായിച്ചത്. 3 മാസം വായിച്ചിട്ട് എഫേർട്ട് ഇതിൽ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വേണ്ട, നിർത്താം. അപ്പൊ എന്റെ വിചാരം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ PSC അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കാന്നാണ്. പക്ഷെ അത് നടക്കില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്ലാസ് ഇരുന്ന് കണ്ടപ്പോ നടക്കില്ലാന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് നിർത്താമെന്ന് വെച്ച് നിർത്തി.
അങ്ങനെ വീണ്ടും പിന്നെ എൻട്രി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ ഇതിനകത്ത് യൂട്യൂബിൽ. അപ്പോൾ വീണ്ടും യൂട്യൂബ് നോക്കില്ല നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഷോർട്സ് കാണാനൊക്കെ ആയിരുന്നു. അപ്പോൾ നോക്കുമ്പോഴാണ് ബിപിൻ സാറിൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണാനായത്. അപ്പോൾ അന്ന് ഈ PDF തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചിരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ജോഗ്രഫി ആയിരുന്നു. അന്ന് ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു 5 to 10 വരെ. അപ്പോൾ അന്ന് ഈ പറഞ്ഞ ഈ പെട്ടെന്ന് മലയാളത്തിലേക്ക് മാറിയപ്പോൾ ഒരു ബുദ്ധിമുട്ട്. ഉത്തര മഹാസമുദ്രം എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഒന്നും തന്നെ മനസ്സിലാവില്ല. അപ്പോൾ സാറിൻ്റെ ആ സിന്ധു നദി ഒരു ഇന്ത്യൻ മാപ്പ് വെച്ച് വരച്ച് പഠിപ്പിച്ചപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്നെ പഠിച്ചെടുക്കാൻ പറ്റുമെന്ന്. പിന്നെ സാറിൻ്റെ ഫുൾ ക്ലാസ് ഇരുന്ന് കണ്ടു, യൂട്യൂബിലെ ക്ലാസ് മൊത്തം ഇരുന്ന് കണ്ടപ്പോൾ ഉറപ്പായി. അങ്ങനെയാണ് ഞാൻ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത്. അപ്പം ഒരു ട്രയൽ നടന്നു. ട്രയൽ കുറച്ച് ചെയ്തിട്ട് എൻട്രി ആപ്പ് 2021 ജൂലൈ അവസാനത്തോടു കൂടിയാണ് ഞാൻ 2023 ജൂലൈ അവസാനത്തോടെയാണ് എൻട്രി പർച്ചേസ് ചെയ്യുന്നത്. നോർമൽ ബാച്ച്. അപ്പോൾ അത് എനിക്ക് ഗോൾഡ് ബാച്ചിനൊന്നും അറിയില്ലായിരുന്നു. നോർമൽ ബാച്ച് ഞാൻ ചെയ്തു. എന്നിട്ടാണ് ഫസ്റ്റ്. അപ്പോൾ എനിക്ക് മുന്നിലുള്ള ഫസ്റ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി LGS പ്രിലിംസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആ യൂണിവേഴ്സിറ്റി LGSന്റെ പ്ലേലിസ്റ്റ് എടുത്തു. അത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയില്ല. കംപ്ലീറ്റ് ആക്കാണ്ട് തന്നെ എനിക്ക് ആ പരീക്ഷ ഫുൾ പാസ്സാകാൻ പറ്റി. മൊത്തം ക്ലാസ്സുകളൊന്നും കണ്ടുപോലുമില്ല. കണ്ടില്ല, പ്രിലിംസിന്റെ ക്ലാസ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഡിസംബർ ആയപ്പോഴേക്ക് അതിന്റെ റിസൾട്ട് വന്നു. പിന്നെ അപ്പോഴേക്ക് ഞാൻ LD പഠിത്തം തുടങ്ങിയായിരുന്നു. അപ്പോൾ പിന്നെ ഫുൾ LD സിലബസ് പഠിച്ചു പോയത്. LD 10th സിലബസ് ആയിരുന്നു. ആ സിലബസ് വെച്ച് പക്കയായിട്ട് ചിട്ടയായിട്ട് പഠിച്ചു. എൻട്രി ആപ്പിൽ അവർ തരുന്ന ഒരു നമുക്കൊരു ടാസ്ക് ഉണ്ടല്ലോ, ആ ടൈം ടേബിൾ ആണോ ദേവ ഫോളോ ചെയ്തത് അതോ സ്വന്തമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയോ? ഞാൻ സ്വന്തമായിട്ടായിരുന്നു ഉണ്ടാക്കി. നമുക്ക് പ്ലേലിസ്റ്റിനകത്ത് എല്ലാ ക്ലാസ്സുകളും ഉണ്ടല്ലോ. LD മിഷൻ LDC ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, ജോഗ്രഫി എന്ന് പറഞ്ഞിങ്ങനെ ഓരോ വിഷയം സബ്ജക്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കി അതനുസരിച്ച് പഠിക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ ഫസ്റ്റ് ജോഗ്രഫി ആയിരുന്നു എല്ലാ പ്ലേലിസ്റ്റിലും ഓപ്പൺ ആയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആദ്യം ഇന്ത്യൻ ജോഗ്രഫി ഫസ്റ്റ് എടുക്കും. ഫസ്റ്റ് എടുത്ത് ആ പ്ലേലിസ്റ്റ് ഫുള്ള് കണ്ട് തീർത്ത് അത് പഠിച്ച് ഉറപ്പിച്ചിട്ടാണ് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ന് പഠിക്കുന്ന കാര്യം ഞാൻ ഇന്ന് ക്ലാസ് കണ്ടു. ആ ക്ലാസ് കണ്ട പഠിച്ചത്, വായിക്കൊന്നുമില്ലായിരുന്നു. ക്ലാസ് ഇരുന്ന് കാണും. പിറ്റേ ദിവസം രാവിലെ ആ ക്ലാസ്സിന്റെ മുകളിൽ ടേക്ക് ക്വിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ 10 ക്വസ്റ്റ്യൻ ഞാൻ വർക്ക് ചെയ്യും. അപ്പൊ അതിനകത്ത് എനിക്ക് 10 ൽ 10 മേടിക്കണം എന്നാണ്. ചിലപ്പോൾ 10 ൽ 8, 9 ചിലപ്പോൾ കിട്ടുള്ളൂ. അപ്പൊ ആദ്യമൊന്നും 10 കിട്ടില്ലായിരുന്നു. 10 ൽ 5, 6 എന്നൊക്കെ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എവിടെയാ ഏത് ക്വസ്റ്റ്യൻ തെറ്റിച്ചെന്ന് എക്സ്പ്രഷൻ നോക്കും. അത് കഴിഞ്ഞിട്ട് ആ വീഡിയോന്റെ അടിയിൽ തന്നെ PDF നോട്ട് ഉണ്ടാവും. ആ നോട്ടും കൂടെ വായിച്ച് റിവിഷൻ കഴിഞ്ഞിട്ടാണ് അടുത്ത വീഡിയോ ക്ലാസ് കാണുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ഫുള്ള് പക്കയായിട്ടാണ് അടുത്ത വീഡിയോ ക്ലാസ്സിലേക്ക് പോകത്തുള്ളൂ. അങ്ങനെ ഒരു സബ്ജക്ട് മുഴുവൻ തീർത്തിട്ട് അടുത്ത സബ്ജക്റ്റ് പോകത്തുള്ളൂ. അപ്പോഴേക്കും ചിലപ്പോൾ സമയം പോകും. പക്ഷേ ഞാൻ സമയം എടുത്ത് തന്നെയാണ് പഠിച്ചത്. അപ്പോൾ എത്ര സമയം പഠിക്കുമായിരുന്നു? രാവിലെ 5:30 തുടങ്ങിയാൽ രാത്രി 10:30 വരെ പഠിക്കാറുണ്ട്. കണ്ടിന്യൂസ്. അതിൻ്റെ അകത്തൊരു 4 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാവും. പല ടൈമിലായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി 4 മണിക്കൂർ ഗ്യാപ്പ്. ബാക്കി മുഴുവൻ സമയം പഠിക്കും. അപ്പോൾ വീട്ടുകാരെന്ത് പറയും? ജോലിക്ക് ആ സമയത്ത് പണിക്ക് പോകുന്നില്ലല്ലോ? ഇല്ല, വീട്ടിലിരുന്ന് പഠിത്തം ഫുൾ ടൈം പഠിത്തം. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ആദ്യം അപ്പം ഞാൻ ഇങ്ങനെ പഠിക്കാതിരിക്കാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. കാര്യം അവർ വിചാരിച്ചത് 1 മാസം കൊണ്ടോ 2 മാസം ജോലി കിട്ടുമെന്നുള്ള തീരുമെന്നാണ്. തീർന്ന് ജോലി കിട്ടുന്നതാണ്. പക്ഷെ ഇത് ഒരു മാസമായി, 2 മാസമായി, 3 മാസമായി. അപ്പം അമ്മ ചോദിച്ചു പഠിക്കൊന്നും പോണില്ലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല പഠിക്കാന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു അത് പറ്റില്ല, കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ട് നല്ലപോലെ ഉണ്ടായിരുന്നു. കാര്യം അമ്മയും ചേട്ടനായിരുന്നു ഫുൾ. അപ്പം അങ്ങനെ ഒരു കാര്യം, ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചുപോയി, അമ്മ 3 മക്കളെയും വളർത്തിയെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കാര്യമാണ് കടബാധ്യത. അത് ഞങ്ങൾക്ക് ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. അപ്പൊ വീടും കൂടെ വെച്ചതോടുകൂടി കട ഇരട്ടിയായി. അങ്ങനത്തെ അവസ്ഥയിൽ അമ്മ അത് ചോദിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇങ്ങനെ പഠിച്ചാൽ മാത്രം മതി. കാരണം പിന്നെ PSC എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താ പറയാ, 1 ലക്ഷം പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ 500 പേർക്ക് കിട്ടി. അപ്പൊ ചില ലിസ്റ്റിലേക്ക്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ പ്രോബിലിറ്റി കുറവായതുകൊണ്ടുള്ള ഒരു വിഷമം അവർക്കുണ്ട്. ഉറപ്പായിട്ടുണ്ടായിരുന്നു. ഞാൻ തളർന്നില്ല. പക്ഷേ ഫസ്റ്റ് റാങ്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് ഞാൻ പാസ്സാവുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ ആയിരുന്നു. അപ്പൊ പിന്നെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമായി, ഇതിനെ കൊണ്ട് പറ്റും, നമ്മളൊരു വിശ്വാസമായി. അപ്പൊ പിന്നെ അങ്ങനെയായിരുന്നു. അപ്പൊ എന്റെ മുന്നിലെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ 5:30 എനിക്ക് 10:30 വരെ പഠിത്തമാണ്. അപ്പൊ പഠിത്തത്തിന്റെ ടൈമിൽ എനിക്ക് ഫിസിക്കൽ നോക്കാൻ ടൈം കിട്ടില്ല. അപ്പൊ എനിക്ക് ഫസ്റ്റ് എൻഡുറൻസ് ആയിരുന്നു. ഈ 2.5 കിലോമീറ്റർ 13 മിനിറ്റിനകത്ത് ഓടി തീർക്കണം എന്നായിരുന്നു. അപ്പൊ ഞാനൊരു പണി ചെയ്തു, എന്റെ ഉറക്കം കുറച്ചു. 4:30 എനിക്ക് 4:30 എനിക്ക് റോട്ടിൽ ഓടും. അപ്പൊ എന്നാ വെച്ചാൽ എന്റെ മൈൻഡിൽ വേറെ ആരും കാണരുത്, ഇതെന്തിനാ അങ്ങനെ ഓടുന്നതെന്ന് ഞാൻ ചോദിക്കരുത്. കാര്യം ഇങ്ങനെ മെലിഞ്ഞിരിക്കണ ഞാനിങ്ങനെ ഓടാൻ പോകാൻ എന്തെങ്കിലും ഒരു ചോദിക്കൂലോ. അപ്പൊ 4:30 എനിക്കും 5:30 ആകുമ്പോഴേക്കും വീട്ടിൽ കയറും. അപ്പൊ 2.5 കിലോമീറ്റർ ഓടും, വീട്ടിൽ കയറും. ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നല്ല മഴയായിരിക്കും. കർക്കിടക മാസത്തിലൊക്കെ നല്ല മഴയായിരിക്കും. ആ മഴയത്ത് തന്നെ ഇരുന്ന് ഓടും. എന്തായാലും ഓടും. വന്നിട്ട് വീട്ടിൽ വന്നിരുന്നു പഴയ പോലെ തന്നെ 5:30 തുടങ്ങും, 10:00 വരെ പഠിക്കും.
ഫസ്റ്റ് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടുകാർക്ക് ഒരു നമുക്ക് സപ്പോർട്ട് കൂടുതൽ കിട്ടാൻ തുടങ്ങിയില്ലേ? പിന്നെ അവൻ മറ്റേ ചേട്ടനായാലും ഓടാൻ ഷൂ വേണോ അല്ലെങ്കിൽ ഫിസിക്കലിന് പോകുന്ന എന്തൊക്കെയാ വേണ്ടേ അങ്ങനെ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അമ്മേനും ചേട്ടനൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുന്നുള്ളൊരു സന്തോഷം ഇപ്പൊ ഇല്ലേ? ഇപ്പൊ ഉണ്ട്. ഇപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. ചേട്ടനും ഹാപ്പി, അമ്മയും ഹാപ്പി. ചുറ്റുള്ളവരൊക്കെ ഇൻസ്പയർഡ് ആയോ? ചുറ്റും എന്റെ കഴിഞ്ഞ ആരെങ്കിലും ചോദിച്ചോ എൻട്രിയെ പറ്റിയൊക്കെ ചോദിച്ചോ? എന്റെ അടുത്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. സ്റ്റാറ്റസ് ഇട്ടപ്പോ ഇവർ എൻട്രിയുടെ പരസ്യം കാണുന്നുണ്ട്. പരസ്യം കാണുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ചുമ്മാ പരസ്യമാണല്ലോ അതാണ്. പക്ഷെ ഇവരെ കൊണ്ട് ഇത്രയും പറ്റുമോ എന്നുള്ളത് എല്ലാരും ചോദിച്ചിരുന്നു. എൻട്രി ഇത്ര സെറ്റപ്പ് ആണെന്നുള്ള ദേവാ നമുക്ക് അറിയില്ലായിരുന്നു. അതോ നീ ഇത് ചുമ്മാ അവര് ചുമ്മാ പറഞ്ഞല്ലോ പറഞ്ഞു. അപ്പൊ എല്ലാരും പറഞ്ഞു ഓക്കെ എന്നാണ്. അപ്പൊ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പേ എന്റെ കൂട്ടുകാരന്മാർ കാണാൻ വന്നു കഴിഞ്ഞ സൺഡേ. അപ്പൊ അതിന്റെ അകത്ത് ഒരാളിങ്ങനെ 3 കൊല്ലമായിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ അവന് അത് പറ്റണില്ല. ഓഫ്ലൈൻ പഠിക്കാൻ പറ്റണില്ല. അപ്പൊ എനിക്ക് ഇവിടെ പാളിച്ച സംഭവിച്ചെന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചു. ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോ അവര് പഠിക്കണ മാത്രമേ ഉള്ളൂ. അവര് റിവിഷൻ ഇല്ല, മോക്കില്ല. ഓ, ഇവിടെയാണ് നമ്മുടെ കോഴ്സിന്റെ അല്ലെ എൻട്രിയുടെ ഒരു പ്രാധാന്യം അല്ലേ? നമ്മുടെ ഫീച്ചേഴ്സ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടോ? മോക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ LD പരീക്ഷയ്ക്ക് പോണേക്ക് മുമ്പ് 100 മോക്ക് അടിച്ചിട്ട് വയറുന്നു. 100 മോക്ക് അടിച്ചിട്ട് വയറുന്നേ. അപ്പൊ എന്റെ മൊത്തത്തിൽ ഞാൻ 1.5 കൊല്ലം കൊണ്ട് എൻട്രിയിൽ നമ്മുടെ പ്രൊഫൈലിൽ എത്ര ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ അകത്ത് 35,000 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് എക്സാമിന് പോയത്. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രോഗ്രസ് കാർഡ് എന്നെ ആദ്യം ഞാൻ വിചാരിച്ചു ചുമ്മാ ആയിരിക്കും വിചാരിച്ചു. പിന്നെ നമ്മളൊരു 50-60 ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെ വീക്കുന്ന അവർ പറഞ്ഞു ഇവർക്ക് അറിയായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ചുമ്മാ എടുത്ത് നോക്കിയപ്പോ ഞാനിപ്പോ ജോഗ്രഫിയിൽ ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ പോലും ജോഗ്രഫിയിൽ ഒരു ടോപ്പിക് ഉണ്ടാവില്ല, ആ ടോപ്പിൽ ഞാൻ ചിലപ്പോൾ വീക്ക് ആയിരിക്കും. അങ്ങനെ എല്ലാ വിഷയവും ഞാൻ കണ്ടക്ട് ചെയ്ത് എഴുതി വെക്കാൻ തുടങ്ങി. അങ്ങനെ എഴുതി വെച്ച് ലാസ്റ്റ് ടൈമിൽ അത് മൊത്തം ക്ലിയർ ആക്കി. ഇങ്ങനെ പറഞ്ഞു കൊടുത്തോ വന്ന ആൾക്ക് ഞാൻ പറഞ്ഞു? ഞാൻ എൻട്രി ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെയാണ് ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ വീണ്ടും പറഞ്ഞു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാം, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ അവരിപ്പോ എൻട്രി പർച്ചേസ് ചെയ്ത് നിൽക്കാണ്. 1 ഇയർ എടുത്ത് പഠിക്കാനിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചിട്ടയായിട്ട് പഠിച്ചാൽ മാത്രമാണ് കിട്ടുള്ളൂ, അല്ലാണ്ട് അവിടെ നിന്ന് പഠിക്കുക അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ പഠിക്കുക അതൊന്നും നടപ്പില്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് ടൈം കൊടുത്ത് തന്നെ പഠിക്കാം, സമയം എടുത്ത് തന്നെ പഠിക്കണം അല്ലേ? ഞാൻ ദേവദാനെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചില്ലേ ഇത്ര റാങ്ക് ലിസ്റ്റ് വന്നു, അപ്പോൾ കുറച്ച് ഒരു 1.5 വർഷത്തെ ഒരു കഷ്ടപ്പാടിന്റെ പുറകിലുണ്ട്. പലരും ചിന്തിക്കുന്നത് നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമെന്നാ. ഈ ചോദ്യം നാട്ടിലൊരു ചേട്ടൻ ചോദിച്ചു. നാട്ടിലൊരു ചേട്ടൻ വന്നിട്ട് ചോദിച്ചു ഇത് എൻട്രിക്കാരെന്നെ ജോലി മേടിച്ചു. ഞാൻ പറഞ്ഞു ഇത് എൻട്രിയുടെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണ്. പക്ഷെ നമുക്ക് പഠിക്കാൻ മനസ്സുണ്ടോ അവർ കൂടെ വെക്കും, നമുക്ക് എന്തായാലും ജോലി നമുക്ക് കണ്ടു തീർക്കാൻ പറ്റാത്ത പഠിച്ചു തീർക്കാൻ പറ്റാത്ത അത്രയധികം കണ്ടന്റ്സ് ഉണ്ട്. കാര്യം സാധാ കണ്ടന്റ്സ് അല്ല. ഞാൻ ഇത് അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ക്ലാസ് ആണ് എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഏവൻ എല്ലാ ടീച്ചേഴ്സും സെറ്റാണ്. ഇപ്പൊ അതിനകത്ത് എനിക്ക് കുറച്ച് ഫേവറേറ്റ് ടീച്ചർമാരുണ്ട്, അവരുടെ പേര് എടുത്ത് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ജോഗ്രഫി പഠിപ്പിക്കുന്ന വിപിൻ സാർ, ദെൻ എന്നെ മറ്റേ LD-യിലെ മറ്റേ സുപ്രധാന നിയമം പഠിപ്പിക്കുന്ന ലക്ഷ്മി ടീച്ചർ, ലക്ഷ്മി മിസ് സെറ്റായിരുന്നു. പിന്നെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു എനിക്ക് ഏറ്റവും പാടായിരുന്നു. അപ്പൊ അത് ജയരാജ് സാറും ജയകൃഷ്ണൻ സാറും പിന്നെ അർച്ചന ടീച്ചറും കൂടി സെറ്റാക്കി എടുത്തു തന്നു. പിന്നെ ഇംഗ്ലീഷും മലയാളം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതിൻ്റെ അത് രഞ്ജിത്ത് സാറും സെറ്റാക്കി തന്നു. പിന്നെ കെമിസ്ട്രി ഉണ്ണി സാറിന്റെയും ലക്ഷ്മി ടീച്ചറിന്റെയും ക്ലാസ് നമുക്ക് അപ്പം ഇത് പഠിച്ചു പോകാറുന്നു. പഠിച്ചു പോകാം. കാര്യം അവര് കണ്ടിന്യൂസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളത് ഹെഡ്സെറ്റ് ഇങ്ങനെ കുത്തി കേൾക്കണം. കേൾക്കുമ്പോൾ നമ്മള് ഓട്ടോമാറ്റിക് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അവരെ ക്ലാസ് ഒക്കെ സെറ്റാണ്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി ഈ ഒരു കാലഘട്ടം കൊണ്ടല്ലേ? ഉണ്ട്. 1.5 കൊല്ലം ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടായിരുന്നു LD. എല്ലാ ക്ലാസ്സുകളും കണ്ടിട്ടുണ്ടാവുമോ? ഉറപ്പാണോ? സിലബസിലുള്ള എല്ലാ ക്ലാസ്സുകളും? സിലബസ് ആകെ കാണാത്ത മാത്സ് മാത്രമായിരുന്നു. മാത്സ് എനിക്ക് അത്യാവശ്യം അറിയാമായിരുന്നു. കാര്യം സിലബസ് വെച്ച് നോക്കുമ്പോൾ അതറിയായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് കലണ്ടറിന്റെ അങ്ങനെ കുറച്ച് ക്ലാസ്സുകൾ അത് വിശാഖ് സാറിന്റെ ക്ലാസ് ഇരുന്ന് കാണാമായിരുന്നു. ബാക്കി എല്ലാം ഫുള്ള് തീർത്തിട്ടാണ് പോയിരുന്നത്. ഈവൻ ഇപ്പൊ LD-യുടെ പ്ലേലിസ്റ്റിൽ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് മുന്നത്തെ പ്ലേലിസ്റ്റ് തീർത്തുണ്ടാവും. അതിന് രണ്ടാമത് തീർക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന മറ്റേ അരുൺ തോമസ് സാറ് ഒരു കഥ പോലെ പറഞ്ഞാണ് നമുക്ക്, അതുകൊണ്ട് മറക്കില്ല അതൊരിക്കലും. അപ്പൊ ഞാനിപ്പോ ഈവൻ പഠിത്തം വിട്ട് ഇപ്പോൾ ഒരു 7 മാസം 6 മാസം കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതിയായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ ഈ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഈ പ്രാവശ്യത്തെ എക്സാം മെയിലായിരുന്നു. ഞാൻ ജനുവരിയിൽ പഠിത്തം വിട്ടാണ്. എന്നിട്ട് ആ പരീക്ഷ എഴുതി. ഇന്നലെ റിസൾട്ട് വന്നു, അതിൽ ഞാൻ പാസ്സായിട്ടുണ്ട്. കട്ട് ഓഫ് കടന്നുണ്ട്. കട്ട് ഓഫ് 10 മാർക്ക് കൂടുതലുണ്ട്. അങ്ങനെ ക്ലാസ് കണ്ടാൽ മറക്കില്ല. പിന്നെ ക്ലാസ്സുകൾ കാണുക, കൃത്യമായിട്ട് അതിന്റെ റിവിഷൻ ഏത് സമയത്ത് ചെയ്യുന്നത്? റിവിഷൻ ഞാൻ ഡെയിലി റിവിഷൻ ചെയ്യും. ഇന്നിപ്പോ തിങ്കളാഴ്ച പഠിച്ച ചൊവ്വാഴ്ച ആ ക്ലാസ് കാണുന്നതിന് മുമ്പ്, ആ വിഷയം എടുക്കുന്നതിന് മുമ്പ് അതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിന്റെ റിവിഷൻ ചെയ്യും.
പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ റിവിഷൻ ആയിരിക്കും. ആഴ്ചയിൽ ഒരിക്കൽ റിവിഷൻ ഉണ്ട്. 6 ദിവസം പഠിക്കും. 6 ദിവസം പഠിച്ച് ഞായറാഴ്ച ബ്രേക്ക് ആയിരിക്കും. തിങ്കളാഴ്ച വീണ്ടും 6 ദിവസം പഠിച്ചതിന്റെ റിവിഷൻ ചെയ്യും. ഫുള്ള് റിവിഷൻ ചെയ്തിട്ടാണ് പിന്നെയാണ് അടുത്ത ദിവസമാണ് വീണ്ടും പഠിച്ചു തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തെടുത്ത ആ ഒരു സ്ട്രാറ്റജി വർക്കായി അല്ലേ? ആ ഒരു ടൈം ടേബിൾ വർക്കായി എന്നാണ്. വർക്കായിരുന്നു. അത് കൂലി വർക്കർ എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ടായിരുന്നു. അതിന്റെ കട്ട് ഓഫ് 92 ആയിരുന്നു. 92 അതിൽ 9 റാങ്ക് വന്നു. അപ്പൊ 92 ഞാൻ ക്ലിയർ ചെയ്തപ്പോൾ തന്നെ എന്റെ കോൺഫിഡൻസ് വിശ്വാസമായി. കാരണം ഞാൻ പഠിക്കുന്ന രീതി ശരിയാണ്, ഞാൻ ഫോളോ ചെയ്യണ ആപ്പും. അല്ല, എന്നോട് പറഞ്ഞ മറ്റേ സിവിൽ എക്സൈസിന്റെ ആണെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാതെ പോയിട്ടല്ലേ 20 റാങ്ക് പഠിക്കുന്നത്? കാരണം ഞാൻ LD സിലബസ് മാത്രമാണ് ഫോളോ ചെയ്തത്. LD സിലബസ് ഞാൻ നോട്ടിഫിക്കേഷൻ വന്നേക്ക് മുമ്പ് ഫോളോ ചെയ്ത് തുടങ്ങി. 2023 സെപ്റ്റംബർ ആയപ്പോഴേക്കും LD പഴയ സിലബസ് വെച്ച് തന്നെ ഫോളോ ചെയ്തു. അപ്പോൾ ഇപ്പൊ ഇത് ഫോളോ ചെയ്തിങ്ങനെ പോയി. ഇപ്പൊ സിവിൽ എക്സൈസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്ക് ഇല്ലാണ്ട് പാസ്സായി. സിവിൽ പോലീസ് ഓഫീസറും, അതായത് ഒരു ജനറൽ PSCക്കകത്തുള്ള എല്ലാ കണ്ടന്റും വളരെ ക്ലിയർ ആയെന്ന് അർത്ഥം. സ്പെഷ്യൽ ടോപ്പിക്ക് പോലും ഇല്ലാതെ ഇത് പാസ്സാവാന്ന് പറഞ്ഞാൽ മാർക്ക് അതാണ്. അപ്പൊ എനിക്ക് 80-ൽ 60, 80-ൽ 55 മേടിക്കാൻ പറ്റി. ഇതിൽ നിന്ന് മാത്രം പറ്റി അല്ലേ? ഓക്കെ. എന്താണ് ഇനി നമ്മുടെ പുതിയ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എൻട്രി ആപ്പ് പർച്ചേസ് ചെയ്തിട്ടുള്ള നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, താഴെ നിന്ന് പഠിച്ചു വരുന്നവരുണ്ടല്ലോ, അവരോടൊക്കെ എന്താ പറയാനുള്ളത്? എങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്? നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ ഓരോ രീതിയാണ്. ചിലവർക്ക് വായിച്ച് പഠിക്കാൻ ഇഷ്ടമായിരിക്കും, ചിലവർക്ക് കേട്ട് പഠിക്കാൻ, ചിലവർക്ക് ചിലത് പറഞ്ഞു തരാണ് ഇഷ്ടമായിരിക്കും, ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഒരാൾ. അപ്പൊ എന്റെ ബേസ്റ്റ് എനിക്കത് കണ്ടും പിന്നെ പറഞ്ഞു തന്നെയായിരുന്നു കൂടുതൽ താല്പര്യമായിരുന്നു. അപ്പൊ എല്ലാവരും അത് ഒന്ന് ഫോളോ ചെയ്തെടുക്കുക. വായിച്ചു പഠിക്കാനാണെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യുക. ഒരു 3-4 മാസം വായിച്ചു പഠിച്ചു, അപ്പൊ അടുത്ത ആൾ പറയുന്നു കേട്ട് പഠിക്കണം നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചാടരുത്. അങ്ങനെ നമുക്കൊരു കാര്യം വർക്കായ അത് ചെയ്യുക, കണ്ടിന്യൂസ് ചെയ്ത് പൊക്കോളണം. പിന്നെ എല്ലാവരും പറയും ഇത് എന്നെ കൊണ്ട് സാധിച്ചെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കും. അങ്ങനത്തെ ഭംഗി വാക്കൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം പരിശ്രമിക്കേണ്ട ഒരു രീതിയുണ്ട്, പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിക്ക് തന്നെ പഠിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്. കാരണം നമ്മൾ പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. ഓരോ പരീക്ഷയുടെ സ്വഭാവം മനസ്സിലാക്കി അതനുസരിച്ച് പഠിക്കണം. ഇതിപ്പോ LD ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ 100 റാങ്കിന്റെ അകത്ത് വരാൻ വേണ്ടി തന്നെ പഠിക്കണം. LGS അങ്ങനെ തന്നെ. അന്ന് എക്സൈസ് ആണ്, എനിക്ക് എക്സൈസ് മാത്രമാണ് കുറച്ച് റാങ്ക് ഇത്തിരി പുറകോട്ട് പോയി വന്നിട്ടുള്ളൂ. കാരണം എക്സൈസ് ഞാൻ ആദ്യത്തെ ഒരു 15, ആദ്യത്തെ 10ന്റെ അകത്ത് വരാനാണ് നോക്കിയത്. പക്ഷേ സ്പോർട്സ് കോട്ടേജിന് വെയിറ്റേജും കയ്യിലുള്ളതുകൊണ്ട് കുറേ പേര് അങ്ങനെ കയറിപ്പോയി. നമുക്ക് വെയിറ്റേജും കയ്യിലൊന്നും ഇല്ല. നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ SCRT NCRT കമ്പൈൽ ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതല്ലാതെ സ്വന്തമായിട്ട് ഈ ടെക്സ്റ്റുകളൊക്കെ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ക്ലാസ് മാത്രം, അതിന് നോട്ടും വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതിനകത്ത് എല്ലാം ഉണ്ട്. പിന്നെ NCRT ഞാൻ SCRTയുടെ കോപ്പീസ് ഒക്കെ എടുക്കുകയായിരുന്നു, എന്നിട്ട് വായിക്കായിരുന്നു. പക്ഷെ അത് ഓൾറെഡി ക്ലാസ്സിലുള്ള കണ്ടന്റ് തന്നെ വായിക്കുന്നത് വീണ്ടും അല്ലേ? പക്ഷെ ഒരാൾ പറഞ്ഞു തരുമ്പോൾ അത് പിന്നെ പെട്ടെന്ന് സ്ട്രൈക്ക് ആവും. സ്വന്തമായിട്ട് വായിച്ചെടുക്കണേ നല്ലത്. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ടും ചോദിച്ചത് SCRT NCRT കമ്പയർ ചെയ്തിട്ടാണോ എൻ്റെ ക്ലാസ് തന്നെ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു അതെ, ഓക്കെയാണ്, ആ ക്ലാസ് തന്നെ തന്നെയെന്ന് പറഞ്ഞു. ഓക്കെ. ഇനി എന്താ അടുത്ത ആഗ്രഹം? ഇനി എന്താ, ഏത് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നത്? എന്ത് പാസ്സാണ് ആഗ്രഹിക്കുന്നത്? ഡിഗ്രി ഇല്ല. അതുകൊണ്ട് ഇപ്പൊ എന്റെ പരിധി കഴിഞ്ഞു. ഉറപ്പായിട്ട് എടുക്കണം ഡിഗ്രി. അപ്പൊ ഞാൻ ഡിഗ്രി എടുത്തിട്ട് ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്. ഡിഗ്രി എക്സാമുകൾ ഭാവിയിൽ ക്രാക്ക് ചെയ്യാൻ അല്ലേ? അപ്പോൾ ഇനിയും ധാരാളം പരീക്ഷകൾ വരാനുണ്ട്. ഡിഗ്രി തരത്തിൽ നടക്കാനുള്ള പരീക്ഷകളുണ്ട്. ഇപ്പം ഒരു 10th ലെവൽ എക്സാമിൽ പാസ്സാകാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പരീക്ഷ LDC പാസ്സായി എടുത്തു അല്ലേ? ഇനിയിപ്പോൾ ഒരു ഡിഗ്രി നേടുക, ഡിഗ്രി ലെവൽ പരീക്ഷകൾ എഴുതുക. ജീവിതത്തിൽ വലിയ 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 വിജയങ്ങൾ ഇനിയും വരാനുണ്ട്, ഇനിയും നേട്ടങ്ങൾ കൈവരിക്കാനുണ്ട്. നാട്ടിൽ ഇനിയും കുറച്ചും കൂടെ സ്റ്റാർ ആവാനുണ്ട് അല്ലേ? അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും അമ്മയ്ക്കും ചേട്ടനും കുടുംബത്തിനും നാടിനും എല്ലാം പ്രിയപ്പെട്ടവനും അല്ലേ, എല്ലാവർക്കും ഉപകാരപ്പെടുന്നവനുമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ വരാനുള്ള നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. വീണ്ടും വിജയങ്ങളുണ്ടാവട്ടെ. താങ്ക് യു.